നമസ്കാരം. നമ്മൾ ആശുപത്രികളിൽ പോകുന്നത് രോഗം മാറാനാണ്. എന്നാൽ അസുഖം മാറില്ല എന്ന് മാത്രമല്ല, HIV പോലുള്ള മാരകമായ അസുഖങ്ങളും നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ പോയാൽ കിട്ടാം. അതാണ് ജിന്നയുടെ വിശുദ്ധ നാടായ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ. രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സമീപകാലത്ത് HIV രോഗബാധയിൽ 200% വർധനവാണ് പാകിസ്ഥാനിൽ രേഖപ്പെടുത്തിയത്. അശ്രദ്ധമായ മെഡിക്കൽ രീതികൾ മൂലം ആശുപത്രികളിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും സാധാരണക്കാർക്കും കുട്ടികൾക്കും എയ്ഡ്സ് രോഗബാധയുണ്ടാകുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. HIV പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാൻ സർക്കാർ വളരെ കുറഞ്ഞ ബജറ്റ് മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. രോഗബാധിതർക്ക് നൽകേണ്ട പ്രതിരോധ മരുന്നുകൾക്കും കടുത്ത ക്ഷാമമുണ്ട്. പാകിസ്ഥാനിലെ ഉയർന്ന നിരക്ഷരതയും എയ്ഡ്സ് രോഗത്തോടുള്ള സാമൂഹ്യ വിവേചനവും കാരണം ആളുകൾ പരിശോധനകൾ നടത്താനോ ചികിത്സ തേടാനോ മടിക്കുന്നു. HIV പടരുന്ന അതേ അശാസ്ത്രീയ കുത്തിവയ്പ്പ് രീതികൾ കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് C ബാധിതരുള്ള രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. സാമ്പത്തികമായി ആകെ തകർന്ന് ബലൂചിസ്ഥാനിലെയും അധിനിവേശ കശ്മീരിലെയും പ്രശ്നങ്ങളിൽപ്പെട്ട് ആകെ തകർന്നു കിടക്കുന്ന പാകിസ്ഥാനിൽ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പുതിയ ഭീഷണിയാവുകയാണ്. നിലവിൽ പാകിസ്ഥാനിലെ കറാച്ചിയാണ് HIV പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കറാച്ചിയിലെ കുൽസും ഭായ് വാലിക ആശുപത്രി കേന്ദ്രീകരിച്ചാണ് രോഗബാധ അതിവേഗം പടർന്നു പിടിച്ചത്. ഇവിടെ ചികിത്സയ്ക്ക് എത്തിയ 78 കുട്ടികൾ ഉൾപ്പെടെ 130-ലധികം ആളുകൾക്ക് അടുത്തിടെ HIV ബാധ സ്ഥിരീകരിച്ചു. സിന്ധ് പ്രവിശ്യയിൽ മാത്രം 4000-ഓളം കുട്ടികൾ ഇപ്പോൾ HIV ബാധിതരായി ജീവിക്കുകയാണ്. കുട്ടികളിൽ എയ്ഡ്സ് പടരുന്നുവെന്ന വാർത്ത വന്നതിനെ തുടർന്ന് KBB ആശുപത്രി അടക്കം ചികിത്സ തേടിയെത്തിയ 10,500-ഓളം പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 120 പേർക്ക് HIV സ്ഥിരീകരിച്ചതായി സിന്ധ് തൊഴിൽ മന്ത്രി സയ്യിദ് ഖാനി വെളിപ്പെടുത്തി. ഇതിൽ പല കുട്ടികളും ഈ ആശുപത്രിയിൽ ജനിച്ചവരോ മറ്റ് അസുഖങ്ങൾക്കോ ചികിത്സ തേടിയവരോ ആണ്. HIV ബാധിച്ച കുട്ടികളിൽ 9 പേർ മരണമടഞ്ഞു. ഇതിനു പുറമെ കറാച്ചിയിലെ ലാന്തി പ്രദേശത്ത് നടത്തിയ പ്രത്യേക സാമ്പിൾ പരിശോധനയിൽ 10 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ നിലവിൽ ഈ പരിസരത്ത് മാത്രം സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം 130 ഉയർന്നു. രോഗബാധിതരിൽ ഭൂരിഭാഗവും KBB ആശുപത്രിയിൽ മുൻപ് വിവിധ ചികിത്സകൾക്കായി പ്രവേശിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് KBB ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ കുട്ടികളിൽ HIV രോഗബാധയുടെ ലക്ഷണങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. കുട്ടികളിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തുകയും അധികൃതർ അന്വേഷണം നടത്തുകയുമായിരുന്നു. കറാച്ചിയിലെ കുൽസും ഭായ് വാലിക ആശുപത്രി സിന്ധ് പ്രവിശ്യ സർക്കാരിന്റെ ലേബർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ്. തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സൗജന്യ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. സിന്ധ് എംപ്ലോയി സോഷ്യൽ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സർക്കാർ ബോഡിയാണ് ഇതിന്റെ നേരിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. സർക്കാർ ഫണ്ടിന്റെ കുറവ് മൂലമുള്ള അവഗണനയും ആശുപത്രി മാനേജ്മെന്റിന്റെ കടുത്ത നിസ്സംഗതയും ജീവനക്കാരുടെ മടിയും കാരണം അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള തൗൺസ തെഹ്സിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ച് BBCയുടെ അന്വേഷണാത്മക വിഭാഗമായ BBCI നടത്തിയ രഹസ്യാന്വേഷണം ലോകത്തെ ഞെട്ടിച്ച വലിയൊരു മെഡിക്കൽ ക്രൂരതയാണ് പുറത്തു കൊണ്ടുവന്നത്. 2024 നവംബറിനും 2025 ഒക്ടോബറിനും ഇടയിൽ ഈ പ്രദേശത്ത് മാത്രം 331 കുട്ടികൾ HIV ബാധിതരായി എന്ന് BBC സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ വൻതോതിൽ കുട്ടികൾക്ക് HIV ബാധിക്കുന്നുവെന്ന് ഒരു പ്രാദേശിക ഡോക്ടർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് 2025 അവസാന മാസങ്ങളിൽ BBC സംഘം അവിടെ രഹസ്യമായി ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തി. 32 മണിക്കൂർ നീണ്ട ആ ദൃശ്യങ്ങളിൽ ജീവനക്കാരുടെ മാരകമായ വീഴ്ചകൾ പതിഞ്ഞു. ഒരേ മരുന്ന് കുപ്പിയിൽ നിന്ന് പല കുട്ടികൾക്കായി മരുന്നെടുക്കുമ്പോൾ ജീവനക്കാർ ഒരേ സിറിഞ്ച് തന്നെ ആവർത്തിച്ച് കുപ്പിയിലേക്ക് ഇറക്കുന്നത് 10 തവണ ക്യാമറയിൽ പതിഞ്ഞു. മലിനമായ ഇതേ മരുന്ന് കുപ്പിയിൽ നിന്ന് 4 വ്യത്യസ്ത കുട്ടികൾക്ക് മരുന്ന് നൽകുന്നത് BBC നേരിട്ട് ചിത്രീകരിച്ചു. നഴ്സുമാരും യോഗ്യതയില്ലാത്ത വോളണ്ടിയർമാരും കുട്ടികൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് മുകളിലൂടെ നേരിട്ട് സൂചി കുത്തിയിറക്കുന്നതായി കണ്ടെത്തി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 66 തവണയാണ് സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കാതെ രോഗികൾക്ക് കുത്തിവയ്പ് നൽകിയത്. കൂടാതെ മെഡിക്കൽ അവശിഷ്ടങ്ങൾ അടങ്ങിയ ബോക്സിൽ ജീവനക്കാർ ഗ്ലൗസ് ഇല്ലാതെ കൈയിട്ട് തിരയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ച പാകിസ്ഥാനിലെ പ്രമുഖ പകർച്ചവ്യാധി വിദഗ്ധൻ ഡോക്ടർ അൽതാഫ് അഹമ്മദ് പറഞ്ഞത് ജീവനക്കാർ കുത്തിവയ്പ് നൽകുന്നതിന്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും കാറ്റിൽ പറത്തിയെന്നാണ്. ബാധിക്കപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളെ പരിശോധിച്ചപ്പോൾ ഭൂരിഭാഗം പേർക്കും HIV ഇല്ലായിരുന്നു. രോഗവ്യാപനം ആദ്യം പുറത്തു വന്നപ്പോൾ 2025 മാർച്ചിൽ സർക്കാർ ആശുപത്രി സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്യുകയും വലിയ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷവും ആശുപത്രിയിൽ ഈ മാരകമായ രീതികൾ തുടരുകയായിരുന്നുവെന്ന് BBC കണ്ടെത്തി. സസ്പെൻഡ് ചെയ്യപ്പെട്ട പഴയ സൂപ്രണ്ടിനെ ദിവസങ്ങൾക്കകം മറ്റൊരു സർക്കാർ ക്ലിനിക്കിൽ കുട്ടികളെ ചികിത്സിക്കാൻ സർക്കാർ വീണ്ടും നിയമിക്കുകയും ചെയ്തു. പുതിയ ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഖാസിം ബുസ്ദാറിന് BBC ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് വ്യാജമാണെന്നും ആരോ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. തങ്ങളുടെ ആശുപത്രി സുരക്ഷിതമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ അനാസ്ഥ കാരണം 9-ലധികം കുട്ടികൾ ഇതിനകം മരണപ്പെട്ടു. 8 വയസ്സുകാരനായ മുഹമ്മദ് അമീൻ എന്ന കുട്ടി കടുത്ത പനി വന്ന് ചൂടുള്ള എണ്ണയിലിട്ടതുപോലെ വേദന കൊണ്ട് പുളഞ്ഞു മരിച്ചുവെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അമീനിന്റെ മരണശേഷമാണ് അവന്റെ 10 വയസ്സുകാരിയായ സഹോദരി അസ്മയ്ക്കും ഇതേ ആശുപത്രിയിൽ നിന്ന് HIV ബാധിച്ചതായി കുടുംബം തിരിച്ചറിഞ്ഞത്. ആരോഗ്യരംഗത്തെ ഈ കുറ്റകരമായ അനാസ്ഥ കാരണം പാകിസ്ഥാനിൽ ഇപ്പോഴും ഓരോ മാസവും പുതിയ HIV കേസുകൾ കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് BBC ഈ ഡോക്യുമെന്ററിയിലൂടെ വ്യക്തമാക്കുന്നു.
പാകിസ്ഥാനിലെ ആരോഗ്യ സംവിധാനം എത്ര കുത്തഴിഞ്ഞതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വിഷയത്തിലെ അന്വേഷണ റിപ്പോർട്ടുകൾ. രോഗബാധിതരായ കുട്ടികളുടെ അമ്മമാരെ പരിശോധിച്ചപ്പോൾ 95% പേർക്കും HIV ഇല്ലായിരുന്നു. ഇത് രോഗം പടർന്നത് ജനന സമയത്തല്ല, മറിച്ച് ആശുപത്രികളിലെ കുത്തിവയ്പ്പുകൾ വഴിയാണെന്ന് പൂർണ്ണമായും തെളിയിക്കുന്നു. ഒട്ടുമിക്ക സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ഒരു തവണ ഉപയോഗിച്ച് കളയേണ്ട ഡിസ്പോസിബിൾ സിറിഞ്ചുകൾ ഒന്നിലധികം രോഗികൾക്കായി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കറാച്ചിയിലെ കുൽസുംഭായ് വാലിക ആശുപത്രിയിലെ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കും കുത്തിവയ്പ് നൽകാൻ ഒരേ 10cc സിറിഞ്ച് തന്നെയാണ് ഉപയോഗിച്ചത്. അടിസ്ഥാന ശുചിത്വ മാനദണ്ഡങ്ങൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും രോഗികളെ പരിശോധിക്കുമ്പോൾ ഗ്ലൗസും ധരിക്കാറില്ല. ഒരു മരുന്ന് കുപ്പിയിൽ നിന്ന് ഒന്നിലധികം രോഗികൾക്ക് മരുന്നെടുക്കുമ്പോൾ ഒരേ സിറിഞ്ച് തന്നെ വീണ്ടും അതിലേക്ക് കുത്തിയിറക്കുന്നു. ഇത് കാരണം കുപ്പിയിലെ മരുന്ന് മുഴുവൻ മലിനമാകുകയും അതുവഴി മറ്റ് രോഗികളിലേക്ക് വൈറസ് എത്തുകയും ചെയ്യുന്നു. ഉപയോഗിച്ച സൂചികളും സിറിഞ്ചുകളും സുരക്ഷിതമായി നശിപ്പിച്ച് കളയാതെ അത് വീണ്ടും വിപണിയിലെത്തുന്നു. അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെയില്ല. രോഗവ്യാപനം കടുത്ത ഭീതി സൃഷ്ടിച്ചിട്ടും കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാതെ പാക് ആരോഗ്യവകുപ്പും ആശുപത്രി അധികൃതരും കൈമലർത്തുകയാണ് ചെയ്തത്. ഒടുവിൽ ശക്തമായ സമ്മർദ്ദം വന്നതോടെയാണ് ഇതിൽ അന്വേഷണം വന്നത്. സിന്ധ് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പ്രവിശ്യ സർക്കാർ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാരായ 1 ഡസനിലധികം മെഡിക്കൽ ജീവനക്കാരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ബാധിക്കപ്പെട്ട കുട്ടികളുടെ ആജീവനാന്ത ചികിത്സയ്ക്കായി സിന്ധ് സർക്കാർ 200 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും പാകിസ്ഥാൻ മെഡിക്കൽ ആൻഡ് ഡെന്റൽ കൗൺസിലിൻ്റെയും കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെ വ്യാജ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 3 ഭാഗവും, അതായത് 2 ലക്ഷത്തിലധികം വ്യാജന്മാർ സിന്ധ് പ്രവിശ്യയിൽ മാത്രമുണ്ട്. സിന്ധ് പ്രവിശ്യയിലെ പ്രധാന നഗരമായ കറാച്ചിയിൽ മാത്രം 60,000 മുതൽ 70,000 വരെ വ്യാജ ഡോക്ടർമാരും ക്ലിനിക്കുകളും സജീവമാണ്. പഞ്ചാബ് പ്രവിശ്യയിൽ മാത്രം 80,000-ലധികം വ്യാജന്മാരുണ്ട്. ഇത് രാജ്യത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പൊതുജനാരോഗ്യ പകർച്ചവ്യാധിയുടെ ആഴം വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ വ്യാജ ഡോക്ടർമാരിൽ ഏറെയും മുൻ ആശുപത്രി സഹായികളാണ്. യഥാർത്ഥ ഡോക്ടർമാരുടെ കൂടെ ക്ലിനിക്കുകളിലോ ആശുപത്രികളിലോ കുറച്ചുകാലം സഹായികളായി ജോലി ചെയ്തിരുന്നവർ. ഇവർ മരുന്നുകളുടെ പേരും കുത്തിവയ്പ് നൽകുന്ന രീതിയും ഏകദേശമായി പഠിച്ച ശേഷം സ്വന്തമായി ക്ലിനിക്കുകൾ ആരംഭിക്കും. സർക്കാർ ആശുപത്രികളിലെ ഗേറ്റ് കീപ്പർമാർ, തൂപ്പുകാർ, ലാബ് ടെക്നീഷ്യന്മാർ എന്നിവർ വരെ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ ബോർഡുകൾ വെച്ച് ഡോക്ടർമാരായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സിന്ധിൽ കഴിഞ്ഞ വർഷം പിടിയിലായ ഒരാൾ ലാഹോറിൽ സർക്കാർ ആശുപത്രിയിലെ തൂപ്പുകാരനായിരുന്നു. ഹോമിയോപ്പതി, യുനാനി തുടങ്ങിയ പരമ്പരാഗത ചികിത്സ നടത്തുന്നവർ തങ്ങൾക്ക് അനുവാദമില്ലാത്ത മോഡേൺ മെഡിസിൻ മരുന്നുകളും കടുത്ത ആൻറ്റിബയോട്ടിക്കുകളും രോഗികൾക്ക് നിർദ്ദേശിക്കുന്നു. വ്യാജ മെഡിക്കൽ ബിരുദങ്ങൾ സമ്പാദിച്ചോ അല്ലെങ്കിൽ യഥാർത്ഥ ഡോക്ടർമാരുടെ ലൈസൻസ് വാടകയ്ക്കെടുത്തോ ക്ലിനിക്കുകൾ നടത്തുന്നവരാണ് മറ്റൊരു കൂട്ടർ. പാകിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിലും ചേരികളിലും ആവശ്യത്തിന് യോഗ്യതയുള്ള ഡോക്ടർമാരോ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോ ഇല്ല. ഈ ശൂന്യതയിലേക്കാണ് വ്യാജന്മാർ കടന്നു വരുന്നത്. സർക്കാർ ആശുപത്രികളിലെ കടുത്ത തിരക്കും സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചിലവും കാരണം സാധാരണക്കാർക്ക് അവിടേക്ക് പോകാൻ സാധിക്കാറില്ല. എന്നാൽ വ്യാജ ക്ലിനിക്കുകളിൽ കേവലം 300 പാക് രൂപയ്ക്ക് പരിശോധനയും മരുന്നും ഒന്നിച്ച് ലഭിക്കുന്നു. പാകിസ്ഥാനിലെ സിന്ധ് ഹെൽത്ത് കെയർ കമ്മീഷൻ, പഞ്ചാബ് ഹെൽത്ത് കെയർ കമ്മീഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അഴിമതിയും രാഷ്ട്രീയ സ്വാധീനവും കാരണം ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ഇവർ വർഷങ്ങളോളം ക്ലിനിക്കുകൾ നടത്തുന്നു. ഗ്രാമീണ ജനതയ്ക്ക് യഥാർത്ഥ ഡോക്ടർമാരും വ്യാജന്മാരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിദ്യാഭ്യാസമില്ല. വേഗത്തിൽ രോഗം മാറാൻ ഇവർ നൽകുന്ന കടുത്ത സ്റ്റിറോയിഡുകളെയും കുത്തിവയ്പ്പുകളെയും ജനങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു. ഈ വ്യാജന്മാർക്ക് അണുനശീകരണത്തെക്കുറിച്ചോ രോഗവ്യാപനത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ല. അതുവഴി എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗങ്ങൾ പടരുകയാണ്. തെറ്റായ മരുന്നുകളുടെ അളവ് കാരണം കുട്ടികളുടെയും സാധാരണക്കാരുടെ കരളും വൃക്കകളും തകരാറിലാകുന്നു. പാകിസ്ഥാൻ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാന്റെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് വിൽക്കപ്പെടുന്ന മരുന്നുകളിൽ 85% വ്യാജമോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്തതോ ആണ്. പരിശോധിച്ച മരുന്ന് സാമ്പിളുകളിൽ 50%-ലധികം ജീവൻ രക്ഷാ മരുന്നുകളും പൂർണ്ണമായും വ്യാജമായിരുന്നുവെന്ന് അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥ മരുന്നിന്റെ ഘടകങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്തവയാണ് മിക്ക മരുന്നുകളും. ക്യാൻസർ മരുന്നുകൾക്ക് പകരം ചോക്കുപൊടിയോ കിഴങ്ങുപൊടിയോ ചേർത്തുണ്ടാക്കുന്ന വ്യാജനാണ് വലിയ രീതിയിൽ വിറ്റുപോകുന്നത്. മരുന്നിന്റെ അളവ് വളരെ കുറഞ്ഞവയാണ് മറ്റൊന്ന്. ഇത് രോഗം മാറാൻ സഹായിക്കില്ലെന്ന് മാത്രമല്ല, ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക് പ്രതിരോധശേഷി കൂടാനും കാരണമാകും. സാധാരണ പ്രാദേശിക കമ്പനികൾ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന പൗഡറുകളും ദ്രാവകങ്ങളും വാങ്ങി വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും കുപ്പികളിലും കവറുകളിലുമാക്കി ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന രീതിയും പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ കുടിൽ വ്യവസായമാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വ്യാജ ഡോക്ടർമാർ തന്നെയാണ് ഈ വിപണിയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഇവർക്ക് യഥാർത്ഥ കമ്പനികൾ മരുന്നുകൾ നൽകില്ല. അതിനാൽ ഇവർ ഇത്തരം വ്യാജ വിപണികളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ വാങ്ങി രോഗികൾക്ക് നൽകി വലിയ ലാഭം കൊയ്യുന്നു. പാക് രൂപയുടെ മൂല്യത്തകർച്ചയും വില നിർണ്ണയത്തിലെ തർക്കങ്ങളും കാരണം നിലവിൽ പാകിസ്ഥാനിൽ 100-ലധികം അവശ്യ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കടുത്ത ക്ഷാമമുണ്ട്. ക്യാൻസർ, ഹൃദ്രോഗം എന്നിവയ്ക്കുള്ള മരുന്നുകൾ വിപണിയിൽ കിട്ടാതാകുമ്പോൾ രോഗികൾ നിവൃത്തിയില്ലാതെ ബ്ലാക്ക് മാർക്കറ്റുകളെ ആശ്രയിക്കുകയും വ്യാജന്മാരുടെ കെണിയിൽ വീഴുകയും ചെയ്യും. വിതരണ ശൃംഖലയിലെ അശാസ്ത്രീയതയും അഴിമതിയും കാരണം മൊത്ത വ്യാപാര മാർക്കറ്റുകളിൽ വ്യാജ മരുന്നുകൾ എളുപ്പത്തിൽ കിട്ടും. ഗ്രാമീണ മേഖലകളിലെയും ചെറുകിട നഗരങ്ങളിലെയും ഫാർമസികളിലാണ് ഇത്തരം വ്യാജ മരുന്നുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്, ഏകദേശം 35%. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് ബ്ലഡ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ജഗാവി,
ഡാർസെലക്സ് എന്നീ മരുന്നുകളുടെ വ്യാജ പതിപ്പുകൾ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി നിരോധിക്കുകയുണ്ടായി. പ്രമുഖ ആഗോള കമ്പനികളുടെ ലേബലിൽ വന്ന ഈ വ്യാജ മരുന്നുകളിൽ ക്യാൻസർ തടയാനുള്ള യാതൊരു ഘടകങ്ങളും ഇല്ലായിരുന്നുവെന്ന് മാത്രമല്ല, ശരീരത്തിന് ഹാനികരമായ അന്യവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി. മുൻകാലങ്ങളിൽ നടന്ന പരിശോധനകളിൽ വ്യാജ മരുന്നുകളിൽ എലിവിഷം, പെയിന്റ്, ഇഷ്ടികപ്പൊടി, കീടനാശിനികൾ എന്നിവയുടെ അംശങ്ങൾ പോലും കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാർ ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. വിപണിയിലെ എല്ലാ മരുന്നുകളും ഡിജിറ്റലായി ട്രാക്ക് ചെയ്യുന്നതിനായി ഒരു ട്രാക്ക് ആൻഡ് ട്രേസ് ബാർകോഡ് സിസ്റ്റം നടപ്പിലാക്കാൻ ഫെഡറൽ ക്യാബിനറ്റ് അടുത്തിടെ അനുമതി നൽകി. ഇതുവഴി രോഗികൾക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മരുന്നുകൾ വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.